ഹലോ ഗൈസ്, അങ്ങനെ 2025 ക്രിസ്മസും വന്നു. ഞങ്ങളിതേ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. ക്ലീനിങ് ഡ്യൂട്ടി മിച്ചൂട്ടൻ്റേതാണ്, അതുകൊണ്ട് ചൂലുവായി മിച്ചൂട്ടൻ ആക്റ്റീവാണ്. അതിനുശേഷം ക്ലീനിങ് ജോലി ഉപേക്ഷിച്ച് മിച്ചൂട്ടൻ അലങ്കാര വസ്തുക്കൾ പറക്കാനായിട്ട് വന്നേക്കുകയാണ്. അവിടെ വന്നിരുന്ന് ബോൾസും സാൻഡായും ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് മിച്ചൂട്ടൻ. എടുക്കണ്ട എടുക്കണ്ട എടുക്കണ്ട, ഇയാൾക്ക് സാൻഡായ തന്നില്ലേ, ബോൾസ് ഒക്കെ തന്നില്ലേ, അതോട് കളിച്ചാൽ മതി. ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കളിക്കാൻ കൊടുക്കാത്തതിന്റെ വിഷമത്തിൽ മിച്ചൂട്ടൻ തറയിൽ കിടന്ന കല്ലൊക്കെ പറക്കി അവിടെ ഇരുന്ന ബാസ്ക്കറ്റിലോട്ട് ഇടുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നു. പുൽക്കൂടിന്റെ സെറ്റ് ഒരുവിധം ആക്കി വെച്ചതിന് ശേഷം ഞാൻ ട്രീ അലങ്കരിക്കാൻ തുടങ്ങി. അയ്യോ, സാൻഡായി എടുത്ത് കളയുന്നു. കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യിൽ കിട്ടിയ ഒരു ബോളുമായി അവൻ മുറ്റത്തേക്ക് ഒരൊറ്റ ഓട്ടം. പിന്നെ കുറച്ചു നേരം അവൻ അവൻ്റേതായ ഒരു ലോകത്തായിരുന്നു. മണ്ണ് വാരി കളിക്കലും കല്ല് പറക്കി എറിയലും ആസ് യൂഷ്വൽ പതിവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റേതായിട്ടുള്ള വർക്കിലും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കണ്ണങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയണ്ടേ. മഹാവികൃതിയാണ്. കണ്ണ് തെറ്റിയാൽ മണ്ണ് വാരി വായിടും. പിന്നെ പട്ടിശല്യം നന്നായിട്ടുണ്ട്. ഞാൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പട്ടികൾ കൂട്ടത്തോടെ കയറി ഇങ്ങ് വരും. അപ്പോൾ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് പോകണമല്ലോ. പിന്നീടൊരു ഗ്യാപ്പിട്ടതിന് ശേഷം ഞങ്ങൾ രാത്രിയിലാണ് വീണ്ടും ഡെക്കറേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. രാത്രിയിൽ എന്ന് പറയുമ്പോൾ വെറും രാത്രിയല്ല, പാതിരാത്രിയാണ്. സമയം 12 ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ്. ഉറക്കം 2 മണിയും 3 മണി, എണീക്കുന്നത് 9 മണി 10 മണി, അങ്ങനെയൊക്കെയായി. മിച്ചൂട്ടനാണ് ഇതിനെല്ലാം കാരണം. സ്റ്റാർ ഇടുന്നതിന് മുമ്പുള്ള ലുക്കാണിത്. സ്റ്റാർ ഇടണമെങ്കിൽ മെയിൻ സ്റ്റാർ വരണം. ശ്രീകുട്ടനെ വിളിച്ച് അവസാനം ശ്രീകുട്ടൻ സ്റ്റാർ ഇടാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റാറൊക്കെ സെറ്റ് ചെയ്തു. ഒരു സ്റ്റാർ ഇടാനാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ പപ്പ പോയി 2-3 സ്റ്റാർ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമുക്ക് ഈ വർഷം 3 സ്റ്റാറാണുള്ളത്. സ്റ്റാറൊക്കെ ഇട്ടതിന് ശേഷം പപ്പയും മോനൂടെ വെളിയിലിറങ്ങി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ സ്റ്റാറും പുൽക്കൂടും ട്രീയും എല്ലാം സെറ്റ്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാദ്യം വരുന്നത് ഈ പുൽക്കൂടും ട്രീയൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ കാറ്റാടിയും പുല്ലുമൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ ട്രീയൊക്കെ വെക്കുമായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. ആ മഞ്ഞ് പെയ്യുന്ന തണുത്ത രാത്രിയും കരോളിന് പോകുന്നതും കേക്കും വൈനും എന്ത് രസമായിരുന്നു. ഇപ്പോൾ വേണ്ട മോഡേൺ ആയിട്ടുള്ള ട്രീ പുൽക്കൂടും എല്ലാം റെഡിമെയ്ഡാണ്. എങ്കിലും ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. സോ ലെറ്റ് സെലിബ്രേറ്റ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.